ഓം മഹാഗണപതയേ നമഃ. ശ്രീമുഖാംബികായൈ നമഃ. ശ്രീഗായത്രിയൈ നമഃ. ശ്രീ ലളിതോപാഖ്യാനം നമ്മുടെ മൂന്നാമത്തെ നാലാമത്തെ അക്ഷരം. ഇന്നത്തെ ക്ലാസ് ഔപചാരികമായി ആരംഭിക്കുന്നതിന് മുൻപ് ആരംഭിക്കുന്നതാണ്. ഒന്ന് രണ്ട് സംശയങ്ങൾ ആളുകൾ ചോദിച്ചിരുന്നു. അതിൻ്റെ ഒരു മറുപടി പറഞ്ഞിട്ടാവാം തുടങ്ങാം. അതില് ഒന്നാമത്തെ സംശയം, ഇന്നലെ പറഞ്ഞു പോകുന്ന കൂട്ടത്തില് പൂർണ്ണ ഗായത്രിയെ കുറിച്ച് പറയുന്ന ഭാഗത്ത് പഞ്ചദശാക്ഷരി അഥവാ പഞ്ചദശി എന്ന ഒരു മന്ത്രത്തെക്കുറിച്ച് പറഞ്ഞിരുന്നു. ശ്രീവിദ്യ സാധനയിൽ ഏറ്റവും വിശേഷമായി കരുതി വരുന്ന, അഥവാ മൂലമന്ത്രം തന്നെ പറയാം, മന്ത്രമാണ് പഞ്ചദശി അഥവാ പഞ്ചദശാക്ഷരി. 15 അക്ഷരങ്ങളാണ്. അതിൻ്റെ കൂടെ ഒന്നുകൂടി ചേർന്നാൽ ശ്രീം എന്നൊരു ബീജം കൂടി ചേർന്നാൽ അത് 16 ഷോഡശയായി. ഈ മന്ത്രത്തിന് പല സമ്പ്രദായങ്ങളുണ്ട്. അങ്ങനെ പറയുന്ന കൂട്ടത്തിൽ ഞാൻ കാദിവിദ്യ, ഹാദിവിദ്യ എന്നിങ്ങനെ 2 വാക്കുകൾ പറയണ്ടായി. അപ്പോ അതെന്താണെന്നൊന്ന് ചോദിച്ചു. അത് ഇവിടെ ഈ സന്ദർഭത്തിൽ അങ്ങനെ വിശദമാക്കേണ്ട ഒന്നല്ല. അത് കാരണം ആ ഭാഗത്തേക്ക് നമ്മൾ എത്തിയിട്ടില്ല. ലളിതോപാഖ്യാനത്തിന്റെ ഒടുവിൽ അഥവാ ഭണ്ഡാസുരന്റെ വധമെല്ലാം കഴിഞ്ഞ് ശ്രീഭഗവതിയുടെ ഉപാസനയെക്കുറിച്ച് പഠിപ്പിക്കുന്ന ഭാഗത്താണ് അതെല്ലാം കടന്നു വരുന്നത്. എന്നിരുന്നാലും അതൊന്ന് ചോദിച്ചത് കൊണ്ട് മാത്രം ഞാൻ ചെറിയൊരു വിശദീകരണം തരാം, വളരെ ചെറുത്. ക എന്ന ശബ്ദത്തിൽ അല്ലെങ്കിൽ വാക്കിൽ ആരംഭിക്കുന്ന മന്ത്രമാണ് പഞ്ചദശി. ഞാൻ ഇന്നലെ പറഞ്ഞു, കൈലറിയും ഹസകലറിയും തുടങ്ങുന്ന ഇതാണ് ആ മന്ത്രം. എന്നാൽ ശ്രീവിദ്യാ സമ്പ്രദായത്തിൽ 24 പ്രകാരം, ഇന്ന് നമുക്ക് ലഭ്യമായത് അത്രയാണ്, അതിൽ കൂടുതലുണ്ടോ എന്നുള്ളത് അറിയില്ല. 24 പ്രകാരത്തിൽ പഞ്ചദശി എന്ന മഹാമന്ത്രമുണ്ട്. അപ്പോൾ ഗായത്രി ഉപാസകന്മാർക്ക് സന്തോഷമുള്ള കാര്യമാണ്. കാരണം പഞ്ചദശി മന്ത്രവും എത്ര പ്രകാരത്തിലുണ്ടെന്നാ പറഞ്ഞത്? 24 പ്രകാരത്തിലാണ്. എങ്ങനെ നോക്കിയാലും ഗായത്രിയാണ്, എവിടെ തിരിഞ്ഞാലും ഗായത്രിയാണ്. ഞാനുണ്ടാക്കിയെടുക്കുന്നതല്ലാതെ അങ്ങനെയാണ്. ശരി, അതിൽ ഇതെല്ലാം ഓരോരോ ഗുരുക്കന്മാരുടെ ഓരോരോ പാരമ്പര്യത്തിൽ ഉൾപ്പെടുന്നതാണ്. ഉദാഹരണമായിട്ട് അതിനെല്ലാം വിദ്യ എന്നാ പറയുക. കാമരാജ വിദ്യ, ലോപാമുദ്ര, മനുവിദ്യ, ചന്ദ്രവിദ്യ, കുബേരവിദ്യ, അഗസ്ത്യവിദ്യ, നന്ദിവിദ്യ, സൂര്യവിദ്യ, ശിവവിദ്യ, വിഷ്ണുവിദ്യ എന്നിങ്ങനെ വ്യത്യസ്തങ്ങളായ വിദ്യകളുണ്ട്. അതിൽ കകാരത്തിൽ ആരംഭിക്കുന്ന മന്ത്രമാണ് കൈലറിയും എന്നുള്ളത്. അത് കാമരാജവിദ്യ എന്നാണ് അറിയപ്പെടുന്നത്. വളരെ സാങ്കേതികമാണ്, അത് നിങ്ങൾക്ക് ഇപ്പോൾ അറിയേണ്ട കാര്യമൊന്നുമില്ല, ചോദിച്ചുകൊണ്ട് പറയുന്നത് മാത്രം. കാമരാജവിദ്യ, ഈ കാമരാജവിദ്യയാണ് കാദിവിദ്യ എന്ന് പറയുന്നത്. കാദിവിദ്യ ഒന്ന്. അതുപോലെ ലോപാമുദ്ര യുടെ ഒരു പാരമ്പര്യമുണ്ട്. ലോപാമുദ്ര എന്ന മഹാഗുരുവിൽ നിന്നും ആരംഭിക്കുന്ന ശ്രീവിദ്യാ സമ്പ്രദായമുണ്ട്. ആ സമ്പ്രദായത്തിൽ ഹ എന്ന അക്ഷരം കൊണ്ടാണ് മന്ത്രം ആരംഭിക്കുന്നത്. ഹസകലറിം എന്നുള്ളത്. അപ്പോ അതിന് ഹാദിവിദ്യ എന്ന് പറയും. ഇങ്ങനെ പല വിദ്യകളുണ്ട്. അത് ഏതേത് ആചാര്യന്മാരുടെ പേരിലാണ് ഏതേത് അക്ഷരങ്ങളെ കൊണ്ടാണ് തുടങ്ങുന്നത് എന്ന അർത്ഥത്തിൽ കാദി വിദ്യ, ഹാദി വിദ്യ എന്നൊക്കെ പറയും. വളരെ സാങ്കേതികമായിട്ടുള്ള ഒരു പ്രശ്നമാണ്. എന്നാലും ചോദിച്ച സ്ഥിതിക്ക് ഞാനത് ഇവിടെ പരാമർശിക്കുന്നു എന്ന് മാത്രം. ഒന്ന്. രണ്ടാമത്തെ ചോദ്യം കുറച്ച് കടന്ന ചോദ്യമാണ്. അത് എങ്ങനെയാ മറുപടി പറയാന്നിങ്ങനെ ഞാൻ ആലോചിച്ചു.
അതായത് ആ ചോദ്യകർത്താവിന്റെ ഭാവനയെ ഞാൻ മാനിക്കുന്നുണ്ട്. ആ ചോദ്യം ഒന്ന് എടുത്തോട്ടെ. എനിക്ക് ഇതിന്റെ സംഘാടക എനിക്ക് അയച്ചു തന്നിട്ടുള്ള ഒരു ചോദ്യമാണ്. ആ ചോദ്യം ഞാൻ വായിക്കാം. കാരണം അത് നിങ്ങൾ ഒരാൾ ചോദിച്ച ചോദ്യമാണല്ലോ. അദ്ദേഹം ചോദിച്ച വ്യക്തി ഇന്ന് ഉണ്ടാവോ എന്ന് എനിക്കറിയില്ല. ഇന്നലെ നമ്മളൊരു മന്ത്രം അല്ലെങ്കിൽ ഒരു ശ്ലോകം പഠിപ്പിച്ചു. അസ്തുവശ്രേയസേ നിത്യം വസ്തുവാമാംഗമൈശ്വരം യഥസ്തൃതീയോ വിദുഷാം തുരീയം തത്പദം പരം തുരീയം തത്പദം മഹ പരം മഹ എന്നൊരു ശ്ലോകം പഠിപ്പിച്ചു. അതില് ആ ചോദ്യകർത്താവിന് ചോദ്യം ഇതാണ്: ഈശ്വരന്റെ വാമഭാഗത്തിരിക്കുന്നത് സാക്ഷാൽ പരമേശ്വരിയാണ് എന്ന് ഹയഗ്രീവ ഋഷിക്ക് അറിയാമെന്നിരിക്കെ, ഹയഗ്രീവൻ അറിയാലോ, വസ്തു എന്ന് സംബോധന ചെയ്തത് എങ്ങനെയാണ് സ്ത്രീ വിരുദ്ധത അല്ലാതെയാവുന്നത്? അപ്പോ അല്ല, ഞാൻ ചോദ്യത്തെയും ചോദ്യകർത്താവിനെ ഞാൻ പരിഹസിക്കല്ല. ഞാൻ അതിന്റെ ആ വ്യക്തിയുടെ മനസ്സിനെ കുറിച്ച് ചിന്തിച്ചാണ്. എങ്ങനെയാണ് സ്ത്രീ വിരുദ്ധത അല്ലാതാവുന്നത്? സ്ത്രീകളെ വെറും വസ്തുക്കളായി കാണുന്നു എന്നതിന് തെളിവല്ലേ ഇത്? ഇതാണ് ചോദ്യം. അപ്പൊ നിങ്ങളിൽ ചിലർക്കെങ്കിലും ചിലപ്പോൾ ഇങ്ങനെ സംശയം ഉണ്ടായിട്ടുണ്ടാവും. ആ ചോദ്യകർത്താവ് ഒരു എന്താ പറയാ, ഒരു കളങ്കമില്ലാത്തൊരു മനസ്സിനുടമയായതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ ഇത് ചോദിക്കാനുള്ള ധൈര്യം കാണിച്ചത്. നിങ്ങൾ ചിലർക്കൊക്കെ ഈ സംശയം ഉണ്ടായിട്ടുണ്ടാവും. ചോദിക്കാണ്ടിരിക്കുകയാണ്, അതൊക്കെ എനിക്കറിയാം. ശരി, അപ്പോ എന്താന്ന് പറഞ്ഞാൽ ഈ വസ്തു, നമ്മളങ്ങനെ പറയല്ലോ, ഈ വസ്തു എന്ന് പറഞ്ഞാൽ അതേതാ വസ്തു? വസ്തു എന്ന് പറഞ്ഞാൽ നാട്ടുഭാഷയിൽ, ഒന്ന് ക്ലാസിക്കൽ ലാംഗ്വേജിൽ വസ്തു എന്ന് പറഞ്ഞാൽ എന്താ? മാറ്റർ ആണ്, അല്ലെ? വസ്തു തന്നെയാണ്. അപ്പൊ അങ്ങനെ അർത്ഥത്തിൽ ശ്രീ ഭഗവതിയെ ഒരു വസ്തുവായി കാണുന്നു. ഭഗവതി ഒരു പെണ്ണായതുകൊണ്ട് പെണ്ണിനെ വസ്തുവായി കാണുന്നു. അപ്പൊ അങ്ങനെയൊക്കെ ഉപയോഗിക്കാൻ പാടുക ഭഗവതിയെ എന്ന് ചോദ്യകർത്താവിന്റെ ചോദ്യം തികച്ചും ന്യായമാണ്. എന്നാൽ ഇവിടെ ഭാഷയുടെയും ശാസ്ത്രത്തിന്റെയും വേണ്ടത്ര പരിജ്ഞാനം ഇല്ലാത്തത് കൊണ്ടുണ്ടായിട്ടുള്ള ഒരു സംശയമാണെന്ന് ആദ്യം എന്ന് പറഞ്ഞു വെക്കട്ടെ. കാരണം വസ്തു എന്ന ശബ്ദത്തിന്റെ പല അർത്ഥങ്ങളിൽ ഏറ്റവും ഒടുവിലത്തെ അർത്ഥമാണ് മാറ്റർ, ഭൗതികമായ വസ്തു എന്നുള്ളത്. അല്ലാതെ അതിനുണ്ട് മറ്റർത്ഥങ്ങൾ കൂടി. ഒന്ന് ഞാനിവിടെ പറഞ്ഞുതരാം. ഒന്ന് പദാർത്ഥം, ഒരർത്ഥം പദാർത്ഥമാണ്. രണ്ട്, വസ്തു എന്ന വാക്കിന്റെ അർത്ഥം വാസ്തവത്തിലുള്ളത് അഥവാ വാസ്തവമുള്ളത്. അപ്പോൾ കാഴ്ചപ്പാട് മാറി. വാസ്തവമുള്ളത് അഥവാ വാസ്തവത്തിലുള്ളത് വസ്തു. കഴിഞ്ഞില്ല. അടുത്തൊരർത്ഥം വസ്തു എന്നുള്ളതിന് അർത്ഥം എന്താ അറിയോ? സാരം. അസ്തുവ ശ്രേയസേ നിത്യം വസ്തു വാമാംഗമൈശ്വരം. അങ്ങനെ വരുമ്പോൾ എന്തായി? ഈശ്വരന്റെ സാരമാണ് ഭഗവതി എന്ന് അർത്ഥം കിട്ടിയോ? ഈശ്വരന്റെ സാരമാണ് ഈശ്വരി. അതുകൊണ്ടാണ് സാരമില്ലെങ്കിൽ പിന്നെ ശിവ ഇല്ലെങ്കിൽ ശിവന് ചലിക്കാൻ പറ്റില്ല എന്ന് സൗന്ദര്യലഹരിയിൽ എന്തുകൊണ്ടാണ് ആചാര്യസ്വാമികൾക്ക് എഴുതേണ്ടി വന്നത് എന്ന് മനസ്സിലായില്ലേ? കാരണം ഈശ്വരന്റെ സാരമാണ് ഈശ്വരി. അതിനുപയോഗിച്ചിരിക്കുന്ന വാക്കെന്താണ്? വസ്തു. പിന്നെ വസ്തു എന്നുള്ളതിന് അടുത്തൊരർത്ഥം മൂലസ്വഭാവം എന്നാണ്. മൂലസ്വഭാവം, ആധാരഗുണം. അപ്പൊ ഇത്രയും വാക്കുകളാണ് അല്ലെങ്കിൽ ഭാവങ്ങളാണ് വസ്തു എന്ന ശബ്ദത്തിനുള്ളത്. അതിലേറ്റവും ഒടുവിലാണ് വരുന്നത് പദാർത്ഥം, മാറ്റർ എന്ന അർത്ഥത്തിൽ, ഗുഡ്സ് എന്നൊക്കെ അർത്ഥത്തിൽ വരുന്നത്. അപ്പോ ഇതിൽ ഇനി നിങ്ങൾ ചിന്തിക്കുക, ഇതിൽ എവിടെയാണ് സ്ത്രീ വിരുദ്ധത എന്നുള്ളത്? ആലോചിക്കുക. ഇതിലെ കഥാപാത്രം സ്ത്രീയാണ്. ഇതിലെ ശിഷ്യനായ അഗസ്ത്യനെ വിശേഷിപ്പിച്ചത് ഇന്നയാളുടെ മകനെ എന്നോ ഇന്ന കുഞ്ഞിന്റെ അച്ഛനെന്നോ അല്ലല്ലോ വിശേഷിപ്പിച്ചത്. ഇന്നയാളുടെ ഭർത്താവേ, ലോപാമുദ്രയുടെ ഭർത്താവേ എന്നല്ലേ. അപ്പൊ സ്ത്രീക്ക് ഇത്രമാത്രം
ഗൗരവവും പ്രാധാന്യവും കൊടുക്കുന്ന ഒരു കൃതിയിൽ എവിടെയെങ്കിലും അറിയാതെയെങ്കിലും സ്ത്രീവിരുദ്ധതയെ കയറി വരും എന്ന് നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ ആ സംശയം അസ്ഥാനത്താണ്. ഇനി ഇങ്ങനെ ചോദ്യം വന്നതുകൊണ്ടുകൂടി ഒരു കാര്യങ്ങൾ പറയട്ടെ. ശാസ്ത്രം പഠിക്കുമ്പോൾ ചില നിബന്ധനകൾ പറയാറുണ്ട്. എന്താ നിബന്ധന എന്ന് പറഞ്ഞാൽ, ശാസ്ത്രത്തിന് എന്താണോ പറയുവാനുള്ളത് അത് അതായി തന്നെ സ്വീകരിക്കണം. ശാസ്ത്രത്തിന് നമ്മോട് എന്തോ പറയാനുണ്ട്. അപ്പൊ ശാസ്ത്രം പഠിക്കുവാൻ പോകുന്ന ഒരു വ്യക്തിയുടെ ആദ്യത്തെ ഉത്തരവാദിത്വം എന്താ? ക്ഷമയോടുകൂടി ശാസ്ത്രത്തെ സ്വീകരിക്കണം. ശാസ്ത്രം എന്താണ് തന്നെ കുറിച്ച് പറയുന്നത് അത് മുഴുവൻ സ്വീകരിക്കുക. അതിന് ശേഷം മാത്രം തൻ്റെ ബുദ്ധി അവിടെ അപ്ലൈ ചെയ്യുക. ആദ്യം തന്നെ തൻ്റെ ബുദ്ധി അവിടെ അപ്ലൈ ചെയ്യാൻ ശ്രമിച്ചാൽ ശാസ്ത്രത്തെ തൻ്റെ ബുദ്ധിയിലൂടെ കാണാൻ പറ്റുള്ളൂ. ശാസ്ത്രത്തെ കാണേണ്ടത് ശാസ്ത്രത്തിന്റെ ബുദ്ധിയിലൂടെയാണ്. വൈദിക ശാസ്ത്രങ്ങൾ പഠിപ്പിക്കുമ്പോൾ ഗുരുനാഥൻ എപ്പോഴും, അല്ലെങ്കിൽ ഗുരുക്കന്മാർ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, ശാസ്ത്രം ഒരു കണ്ണാണ്, ശാസ്ത്രത്തിന്റെ കണ്ണിലൂടെ വേണം ശാസ്ത്രത്തെ പഠിക്കുവാൻ, നിന്റെ കണ്ണിലൂടെയല്ല. ഇത് തന്നെയാണ് ഭഗവത്ഗീതയില് അർജുനനോട് ആര് പറഞ്ഞത്? ഭഗവാൻ പറഞ്ഞത്, നിന്റെ കണ്ണിലൂടെ നോക്കിയാൽ നിനക്ക് എന്നെ കാണാൻ പറ്റില്ല, ഞാൻ നിനക്ക് ദിവ്യമായ കണ്ണുകളെ തരാം. ആണോ? അങ്ങനെയാണോ പറഞ്ഞത്? അപ്പോ ഭഗവാന്റെ ദിവ്യമായ കണ്ണുകൾ ഭഗവാൻ കൊടുത്തില്ലായിരുന്നുവെങ്കിൽ ഭഗവാനെ കാണാൻ പറ്റില്ല. ആശയം കണ്ടു മനസ്സിലായില്ലേ? അപ്പൊ ശാസ്ത്രം പഠിക്കുമ്പോൾ ക്ഷമയോടുകൂടി കേട്ടിരിക്കുക, ശാസ്ത്രത്തിൽ എന്താണ് പറയാനുള്ളത്. വ്യക്തമായി? ശരി. അപ്പോ ഇനി നമുക്ക് പാഠത്തിലേക്ക് കടക്കാം. ലളിതോപാഖ്യാനത്തിന്റെ 1-ാമത്തെ അധ്യായത്തിലെ 10 ശ്ലോകമാണ് കഴിഞ്ഞ ദിവസം, അതായത് കഴിഞ്ഞ ഞായറാഴ്ച അർത്ഥം പറഞ്ഞിരുന്നത്. അപ്പോ ഇന്നലെ നമ്മളത് മുഴുവനായിട്ട് ചൊല്ലിക്കും ചെയ്തു. ചൊല്ലിച്ചതിന്റെ, അതായത് നിങ്ങൾ ചൊല്ലിച്ചത് റെക്കോർഡ് ചെയ്തിട്ട് ഗ്രൂപ്പിൽ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്, കേട്ട് പഠിക്കാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ടാണ്. ശരി, ഇന്നിപ്പോ 11-ാമത്തെ ശ്ലോകം മുതലുള്ള ഭാഗമാണ് നമ്മൾ വിശദീകരിക്കാൻ പോകുന്നത്. എത്തി നിൽക്കുന്ന എവിടെയാണ്? ഒന്നുകൂടി പറയാം. ലോകം മുഴുവനും ഭ്രമണം നടത്തിയ അഗസ്ത്യ ഋഷി എവിടെ എത്തിയെന്നാ പറഞ്ഞത്? കാഞ്ചീപുരത്തെത്തിയ അഗസ്ത്യൻ വാരണക്ഷേത്രത്തിൽ, അതായത് ഏകാമ്രനാഥനെ ഭജിക്കുവാൻ വേണ്ടി ഏകാമ്ര ക്ഷേത്രത്തിൽ എത്തുകയും അവിടെ ഇരുന്ന് ഭഗവാനെയും കാമാക്ഷിയെയും ഭജിച്ചു. ഭജിച്ചത് കാമേശ്വരനെ അല്ലെങ്കിൽ ശിവനെ ആണെങ്കിലും പ്രത്യക്ഷപ്പെട്ടത് മഹാവിഷ്ണുവിന്റെ അവതാരമായ ഹയഗ്രീവനായിരുന്നു. അപ്പൊ ഹയഗ്രീവൻ ആരായിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കണ്ടത്. ഹയഗ്രീവന്റെ കയ്യിൽ എന്തായിരുന്നു, ഹയഗ്രീവൻ തല എന്തായിരുന്നു, തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടു. അതുവരെയാണ് കണ്ടിട്ടുള്ളത്. ശരി, ഇനി നമുക്ക് 11-ാമത്തെ ഭാഗം മുതൽ നമുക്ക് ആരംഭിക്കാം. നിങ്ങളുടെ കയ്യിലുള്ള ടെക്സ്റ്റ് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. തം ദൃഷ്ട്വാ ആനന്ദഭരിതഃ പ്രണമ്യ ച മുഹുർമുഹു വിനയാവനതോ ഭൂത്വാ സതുഷ്ടാവ ജഗത്പതി. ഇതിന്റെ അർത്ഥം പറയേണ്ട കാര്യം പോലുമില്ല. അതായത് തം ദൃഷ്ട്വാ ആനന്ദഭരിതഃ. ഇവിടെ അഗസ്ത്യൻ ആരാണ്? അഗസ്ത്യൻ ശിഷ്യനാണ്. നല്ലതുപോലെ തിരിച്ചറിയണം, അഗസ്ത്യൻ ശിഷ്യനാണ്. അപ്പോ ശിഷ്യന്റെ മുമ്പിൽ ശിഷ്യനെ സംബന്ധിച്ച് ഏറ്റവും ആനന്ദമുണ്ടാക്കുന്ന കാര്യം എന്താണെന്ന് അറിയില്ലേ? തൻ്റെ ഗുരുനാഥനെ കാണുന്നതാണ്. ഇവിടെ ഹയഗ്രീവൻ എന്ന് പറയുന്നത് ഈശ്വരാവതാരം ആയി ഗ്രന്ഥം അവതരിപ്പിക്കുമ്പോഴും യഥാർത്ഥത്തിൽ ഹയഗ്രീവൻ ഗുരുവായിട്ടാണ് ആരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നത്? അഗസ്ത്യന് മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നത്. അതുകൊണ്ട് ഗുരു ശിഷ്യബന്ധങ്ങളിൽ ഒരു പ്രത്യേകതയുണ്ട്. ഇവിടെ പറയാണ് തം ദൃഷ്ടുവ ആനന്ദഭരിതനായി അഗസ്ത്യൻ ആരെ കണ്ടപ്പോൾ? ഹയഗ്രീവനെ കണ്ടപ്പോൾ ആനന്ദഭരിതനായിട്ട് വീണ്ടും അതായത് വീണ്ടും പ്രണമിച്ചു. മുഹുർമുഹു പ്രണമ്യ മുഹുർമുഹു, വീണ്ടും പ്രണമിച്ചു. അതായത് ശരിയായ ഒരു ശിഷ്യൻ,
തൻ്റെ ഗുരുവിനെ കാണുമ്പോൾ ആ ശിഷ്യന് എന്തെന്നില്ലാത്ത ഒരു ആനന്ദം ഉണ്ടാവും. എന്നാൽ ഈ ആനന്ദം ശിഷ്യന് മാത്രമല്ല, ശരിയായ ശിഷ്യനെ കണ്ട ഗുരുവിനുണ്ടാവും. ശരിയായ ശിഷ്യനെ കണ്ടാൽ ഗുരുവിനും ഈ ആനന്ദം ഉണ്ടാവും. ഇത് ആർക്കും ഇല്ലയോ? ഒരു ഗുരുവിനെ കാണുമ്പോൾ ശിഷ്യന്റെ ഉള്ളിൽ നിരന്തരം ആനന്ദം അലതല്ലുന്നില്ല എങ്കിൽ, അതുപോലെ തന്നെ ശിഷ്യനെ കാണുമ്പോൾ ഗുരുവിന്റെ ഉള്ളിൽ ആനന്ദം ഉണ്ടാകുന്നില്ല എങ്കിൽ, അതിന്റെ അർത്ഥം അവിടെ ഗുരു ശിഷ്യ ബന്ധം ഇല്ലാതായി കഴിഞ്ഞു എന്നുള്ളതാണ്. ഗുരു ശിഷ്യ ബന്ധം ഇല്ലാതായി കഴിഞ്ഞു. അതിനർത്ഥം അപ്പൊ ആ വ്യക്തി ശിഷ്യൻ എന്ന അവസ്ഥയിൽ ആരായി മാറി? വിദ്യാർത്ഥി എന്നോ നമുക്ക് പറയാം. എൻ്റെ വളരെ വേണ്ടപ്പെട്ട ഒരു ആചാര്യനുണ്ട്, ഒരു ജ്യേഷ്ഠ സഹോദരനെ പോലെ ഞാൻ ബഹുമാനിക്കുന്ന ഒരാളാണ്. അദ്ദേഹം ശ്രീവിദ്യ സമ്പ്രദായത്തിൽ നിരവധി പേരെ പഠിപ്പിക്കുന്ന ഒരാളാണ്. അദ്ദേഹത്തിന്റെ നിരവധി ആളുകൾ ഒന്ന് പഠിച്ചു പോയിട്ടുണ്ട്. അപ്പൊ പലരും എനിക്കറിയാം. അപ്പൊ ഞങ്ങൾ ഇരുന്ന തമാശയൊക്കെ പറയുന്ന സമയത്ത് അദ്ദേഹം പറയും, അരുൺ, അതായത് ഞാൻ ചോദിക്കും ഇന്ന ആള് എന്ന് പറയും. അവരൊന്നും എൻ്റെ ശിഷ്യന്മാരല്ല, ദേ വർ മൈ സ്റ്റുഡൻസ്. അവരൊക്കെ എൻ്റെ സ്റ്റുഡൻ്റ് ആയിരുന്നു. അവരൊക്കെ എൻ്റെ അടുത്ത് വന്ന് പലതും പഠിച്ചിട്ടുണ്ട്. അവരൊന്നും എൻ്റെ ശിഷ്യന്മാരല്ല. പക്ഷെ അവരൊക്കെ വലിയ കേമന്മാരാണ്, വലിയ പേരൊക്കെ ഉള്ള ആൾക്കാരാണ്. പക്ഷേ പേരും പത്രാസും ഉള്ളതുകൊണ്ടൊന്നും എൻ്റെ ശിഷ്യന്മാരാവില്ല. അവരൊക്കെ എൻ്റെ സ്റ്റുഡൻസ് ആണ്, ശിഷ്യന്മാരല്ല. സോ അതിനർത്ഥം എന്താ? ആ സ്റ്റുഡൻസിന് ഈ ആചാര്യനെ കാണുമ്പോൾ ആനന്ദം ഉണ്ടാവണമെന്നില്ല. അതേപോലെ തന്നെ ഈ ആചാര്യനോ അവരെ കാണുമ്പോൾ ഒരു ആനന്ദം ഉണ്ടാവില്ല. അതിനർത്ഥം എന്താ? ഗുരു ശിഷ്യ ബന്ധം ഇല്ലാണ്ടായി. എന്നാൽ ഇവിടെ അത് എനിക്ക് വളരെ വ്യക്തമായി പറയാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്. കാരണം എൻ്റെ ഗുരുനാഥൻ, അദ്ദേഹം ഗോകർണത്തായിരുന്നു. അങ്ങനെ പെട്ടെന്ന് ഇരിക്കുമ്പോഴാണ് തോന്നുക, പെട്ടെന്ന് കാരണമൊന്നുമില്ല, ഗുരുനാഥനെ ഒന്ന് കാണണം തോന്നിക്കഴിഞ്ഞാൽ പിന്നെ മുന്നും നോക്കില്ല. അത് എങ്ങനെയെങ്കിലും അവിടെ എത്തണം എന്നുള്ളതാണ്. എൻ്റെ വീട്ടിൽ നിന്ന് ഗുരുനാഥൻ്റെ വീട്ടിലേക്ക് 520 കിലോമീറ്ററാ. എൻ്റെ ഇഷ്ടത്തിന് ട്രെയിനൊന്നും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ എന്താ വെച്ചാൽ വീട്ടിലൊരു കാറുണ്ട്, അനിയൻ പേടിച്ചൊരു കാറുണ്ട്. അപ്പോൾ എനിക്ക് ഞാൻ ഏതൊരു പാതിരാത്രിക്ക് വിളിച്ചാലും ഓടി വരുന്ന ഒരു ഡ്രൈവറുണ്ട്, ശ്രദ്ധിക്കുന്ന പേര്. അപ്പോൾ അയാളെ വിളിക്കും, രാത്രി വിളിക്കും, എടാ നമുക്ക് നാളെ ഒന്ന് ഗോകർണം പോകണം. അപ്പോൾ ഓടി വന്നു, രാവിലെ തന്നെ വന്നു. അങ്ങനെ വന്ന് ഏതാ പറഞ്ഞ 12 മണിക്കൂറോ അല്ലെങ്കിൽ അതിൽ കുറച്ച് സമയം കൊണ്ടോ അങ്ങനെ വല്ല അശ്വഹൃദയം വന്ന മന്ത്രമൊക്കെ അറിയുന്ന ഒരു ഡ്രൈവറാ. അതുകൊണ്ട് പറന്നു പോകും. അപ്പോ വേഗത്തും. അങ്ങനെ ഗോകർണത്തെത്തി ഞാൻ പറയാണ്ടാണല്ലോ പോണ. ഗോകർണത്തെത്തിയിട്ട് ഗുരുനാഥന്റെ ഇല്ലത്ത് ചെന്ന് കയറി വാതിലാണ് അടച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ തുറന്ന് നിൽക്കുമ്പോൾ കാരണം ഒരു മുറുക്കാനൊക്കെ എടുത്ത് ഒരു ദിവസത്തിൽ 300 പ്രാവശ്യം മുറുക്കും, വെറ്റിൽ മുറുക്കും. അതിൽ കൂടുതലൊന്നും എനിക്കറിയില്ല. അപ്പൊ ഞാൻ വാതിലും തുറക്കുമ്പോൾ ഇരുന്ന് മുറുക്കായിരിക്കും. ചാടി ഒരൊറ്റ നീക്കല എന്ന് പറഞ്ഞ് നീക്കല. ആ മുഖഭാവം കാണാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇത്രയും കഷ്ടപ്പാട് സഹിച്ചങ്ങനെ പോണത്. ആ സമയത്ത് എൻ്റെ ഗുരുനാഥന്റെ മുഖത്തോട്ട് ഒരു എന്താ പറയാ, ഒരു ആനന്ദമുണ്ട്. അത് കാണാൻ വേണ്ടി മാത്രം ഞാൻ ഒന്നും പഠിപ്പിക്കണ്ട, അത് കാണാൻ വേണ്ടി മാത്രം ഞാൻ പോകാറുണ്ടായിരുന്നു. എന്റെ മുഖത്തുണ്ടായിരുന്ന അപ്പം എന്താന്നുള്ളത് ഇപ്പൊ എനിക്കറിയില്ല. എന്താണെങ്കിലും ഇത് പഠിക്കുമ്പോ ശാസ്ത്രം എന്നുള്ളത് വിശ്വസിക്കാനുള്ളതല്ല, അനുഭവത്തിൽ കൊണ്ടുവരാനുള്ളതാണ്. അപ്പോ ഹയഗ്രീവൻ എന്ന മഹാഗുരുവിനെ കണ്ടപ്പോൾ അഗസ്ത്യന്റെ ഉള്ളിൽ ആനന്ദം അലതല്ലി എന്ന് പുരാണകാരൻ പറയുമ്പോൾ അത് അസത്യമല്ല, എന്തുകൊണ്ട് സത്യമാകുന്നു എന്ന് അനുഭവത്തിൽ അറിഞ്ഞ ഒരാളായതുകൊണ്ട് ഞാൻ അത് പങ്കുവെച്ചു എന്ന് മാത്രം. ശരി, അടുത്ത പറയാണ്, അധോവാച ജഗന്നാഥ തുഷ്ടോസ്മി തപസാ തവ വരം വരയ ഭദ്രം തേ ഭവിതാ ഭൂസുരോത്തമ. അഗസ്ത്യൻ ഹയഗ്രീവൻ പറയാണ്, ജഗന്നാഥൻ അതായത് പറയാണ്, വരം വരയ, നിന്റെ തപസ്സിൽ ഞാൻ പ്രീതനായി. ഹേ അഗസ്ത്യ, അങ്ങയുടെ തപസ്സിൽ ഞാൻ സന്തുഷ്ടനാണ്. അതുകൊണ്ട് നീ വേണ്ട വരം എന്താണോ അത് വരിച്ചോളൂ. എന്ത് വരമാണ് അങ്ങക്ക് വേണ്ടത് അത് ഞാൻ തരാം. എന്നാൽ വരം എന്നാ പിന്നെ അത് പറഞ്ഞു, എന്നിട്ട് എന്ത് വേണം? കാത്തിരിക്കണം. അഗസ്ത്യൻ ചോദിക്കും, എനിക്ക് ഇന്ന വരം വേണം, എന്നാ പിന്നെ അത് തരാം. അതാണല്ലോ അതിന് സമ്പ്രദായം. എന്നാൽ ഇവിടെ ഒരു കാര്യം കൂടി പറഞ്ഞു, വരം വരയ
ഭദ്രം തേ ഭവിത ഭൂസുരോത്തമ. അല്ലയോ അല്ലയോ ഹേ ബ്രാഹ്മണ ശ്രേഷ്ഠ, നിനക്ക് മംഗളം ഭവിക്കട്ടെ. ഇതാണ് ഗുരുക്കന്മാരുടെ പ്രത്യേകത. ഗുരു എപ്പോൾ ആനന്ദഭാവത്തിൽ ശിഷ്യന്റെ തപസ്സിൽ സംപ്രീതനായിരിക്കുന്നുവോ, അങ്ങനെ ഇരിക്കുന്ന ശിഷ്യൻ തൻ്റെ സ്വാർത്ഥത്തിന് വേണ്ടിയല്ല ആ ഗുരുവിന്റെ മുൻപിൽ എത്തിയിട്ടുള്ളത് എന്ന് ഈ ഗുരുവിന് അറിയുക കൂടി ചെയ്യുമ്പോൾ ഗുരു പറയും, നിനക്ക് എന്താ വേണ്ടത് അതൊന്ന് പറഞ്ഞോളൂ, ഞാനത് എൻ്റെ ഒരു അനുഗ്രഹം ഉണ്ടാവും, നിനക്ക് വേണ്ട അനുഗ്രഹം തരാം, ആ വരം ഞാൻ തരാം. അത് മാത്രമല്ല, നിനക്ക് നീ ചോദിക്കാത്ത അനുഗ്രഹവും തരാം. രണ്ട് കാര്യമാണ്, ഒരു ലഡു 2 ലഡു കിട്ടും. ഇതാണ് സ്വാർത്ഥത്തിന് വേണ്ടിയല്ലാതെ ഉപാസന ചെയ്താൽ, തപസ് ചെയ്താലുള്ള ഫലം എന്ന് ലളിതോപാഖ്യാനത്തിലെ ഈ ഭാഗം നമുക്ക് പറഞ്ഞു തരുന്നു. വരം വരയ എന്ന് മാത്രമല്ല പറഞ്ഞത്, നിനക്ക് മംഗളങ്ങൾ ഉണ്ടാകും. ദിസ് ഇസ് മൈ വേർഡ്. കാരണം തനിക്ക് വേണ്ടിയല്ല അഗസ്ത്യൻ ഈ പണിയൊന്നും ചെയ്തത് എന്ന കാര്യം നമ്മൾ മറക്കാണ്ടിരിക്കുക. ഇതി പൃഷ്ടോ ഭഗവത പ്രോവാച ദ്വിജസത്തമ യതി തുഷ്ടോസി ഭഗവൻ ഇമേ പാമരജന്തവഃ കേനോപായേന മുക്താസ്യുഹു ഏതന്മേ വക്തുമർഹസി. അപ്പോ അഗസ്ത്യൻ കൈകൂപ്പി പറയാണ്, ഭഗവൻ ഭഗവൻ യതി തുഷ്ടോസി, ഞാൻ ചെയ്ത കാര്യത്തിൽ അങ്ങക്ക് വല്ല തൃപ്തി ഉണ്ടായിട്ടുണ്ടെങ്കിൽ, ഇതെല്ലാം കേട്ട് ഇതിലേക്ക് കളയാനുള്ളതല്ല, ഹൃദയത്തിൽ പ്രതിഷ്ഠിക്കാനുള്ളതാണ്. ഞാൻ ചെയ്ത കാര്യത്തില് വല്ല തൃപ്തി അങ്ങേക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇത് തുഷ്ടോസി ഭഗവൻ. ആ അഗസ്ത്യൻ എന്ന് പറയുന്ന മഹാഗുരുവിന്റെ വിനയം എന്താ? ഈ പാമര ജന്തുക്കൾ, അതായത് ശിഷ്ണോദര പരായണന്മാരായിട്ടുള്ള ഭോഗം അഥവാ വിശപ്പ്, കാമം, ഈ 2 വിഷയത്തിൽ മാത്രം ചിത്തമുറപ്പിച്ചിട്ടുള്ള ഈ പാമര ജന്തുക്കൾ എന്തുകൊണ്ടാണ്, ഉപായം കൊണ്ടാണ് അവർക്കൊരു രക്ഷ ഉണ്ടാവുക? അതൊന്നും എനിക്ക് പറഞ്ഞു തരണം. ഇത്രയും കാലം കഷ്ടപ്പെട്ട് തപസ് ചെയ്ത് അവസാനം ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടപ്പോ എന്താ പറയണത്? ഈ ലോകത്തിന്, ഇത്രയും കാണുന്ന ലോകത്തുള്ള ഈ പാമരന്മാരെ രക്ഷപ്പെടുത്താൻ എന്തെങ്കിലും വഴി കാണിച്ചു തരണേ. നമ്മളാണ് എന്താ പറയാ, മോൾക്ക് UPSC കിട്ടാൻ വല്ല വഴിയുണ്ടോ? മോൾക്ക് UPSC വേണം, മകന് പിന്നെ അപ്പോൾ ഒരു ഡോക്ടർ ആവണം എന്നാണ് ആഗ്രഹം. പക്ഷെ മകന് കല്യാണം കഴിക്കുന്ന കുട്ടി നല്ല കുട്ടിയായിരിക്കണം. മകള് കല്യാണം കഴിക്കുന്നത് എന്റെ ഇവിടെ നിന്ന് നിൽക്കണം. അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നമ്മൾ പറയുള്ളൂ. ഇത് ഈ ബുദ്ധിയില്ലാത്ത ശിഷ്യ എന്താ പറയണത്? ഈ പാമര ജന്തുക്കൾ എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ വല്ല വഴിയുണ്ടോ? അതൊന്നും എനിക്ക് പറഞ്ഞു തരണം എന്നാ പറഞ്ഞത്. ശരി, കേനോപായേന മുക്താസിയു ഏതന്മേ വക്തുമർഹസി, അതൊന്ന് അങ്ങനെ എനിക്ക് പറഞ്ഞു തരണം. അപ്പോൾ എന്തായി? ഗുരു പ്രത്യക്ഷപ്പെട്ടു, ശിഷ്യന്റെ തപസ്സിൽ പ്രീതനായിട്ട്. ശിഷ്യനെ കണ്ട ഗുരുവിന് ആനന്ദം, ഗുരുവിനെ കണ്ട ശിഷ്യന് പരമാനന്ദം. ആ സമയത്ത് ഗുരുനാഥൻ പറഞ്ഞു, നിനക്ക് വേണ്ട വരം എന്താണെന്ന് ചോദിക്കൂ, നിനക്ക് മംഗളം ഭവിക്കട്ടെ. ശിഷ്യൻ പറഞ്ഞു, എനിക്കൊന്നും വേണ്ട, ഞാൻ ചെയ്ത കാര്യത്തിൽ അങ്ങക്ക് വല്ല തൃപ്തി ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഈ കാണുന്ന ലോകത്തെ ഈ പാമരന്മാർ അവരെ രക്ഷപ്പെടാൻ വേണ്ടി ഒരു വഴി ഉണ്ടെങ്കിൽ അതൊന്ന് പറഞ്ഞു തരണം. കഴിഞ്ഞു. അപ്പൊ ചോദ്യം ചോദിച്ചു കഴിഞ്ഞു, ഇനി ഉത്തരം പറയണം. ചോദ്യം ആരോടാ? ഗുരുനാഥനായ ഹയഗ്രീവനോടാണ്. ശരി, ഇനി ആരാ ഉത്തരം പറയുന്നു നോക്കുക. അതിന് ഇതി പൃഷ്ടോ ദ്വിജേനാഹ ദേവദേവോ ജനാർദ്ദന ഏഷ ഏവ പുരാ പ്രശ്ന ശിവേന കഥിതാ മമ അയമേവ കൃത പ്രശ്നോ ബ്രഹ്മണാച തതഃപരം കൃതോ ദുർവാസസാ പശ്ചാത് ഭവതാതു തതഃപരം. ഹയഗ്രീവനോടാ ചോദിച്ചത്. ആ ശ്ലോകം ഒന്നുകൂടി ശ്രദ്ധിക്കണേ. ഇതി പൃഷ്ടോ ദ്വിജേന, ദ്വിജൻ അഥവാ ബ്രാഹ്മണനായ അഗസ്ത്യൻ ഈ ഒരു ചോദ്യം ചോദിച്ചപ്പോൾ ദേവദേവനായ ജനാർദ്ദനൻ ആഹാ ഇപ്രകാരം പറഞ്ഞു. ചോദിച്ചത് ആരോടാ? ഹയഗ്രീവനോട്. ഇതിലൊരു കൊനിഷ്ഠം നിങ്ങൾക്ക് മനസ്സിലാവുണ്ടോ? അതായത് ഏകാംബര നിലയ ക്ഷേത്രത്തിൽ പോയിട്ട് ശിവനെ തപസ് ചെയ്തു, പ്രത്യക്ഷപ്പെട്ടത് വിഷ്ണു.
ചോദ്യം ചോദിച്ചത് ഹയഗ്രീവനോട്, മറുപടി എന്നാ പിന്നെ ദേവദേവോ ഹയഗ്രീവ എന്നിട്ട് പറഞ്ഞ പോരെ. ഇവിടെ ഹയഗ്രീവ എന്ന ശബ്ദമല്ല വന്നിട്ടുള്ളത്, പകരെന്താ ജനാർദ്ദനൻ എന്നാണ്. അപ്പൊ കാല് മാറി, ഭഗവാൻ കാല് മാറി. പണ്ടൊരു നാടകം ഉണ്ടായിരുന്നു, NN പിള്ളയുടെ വന്നു ഭഗവാൻ കാല് മാറി. കേട്ടിട്ടുണ്ടോ അറിയില്ലേ? പഴയ ആൾക്കാരൊക്കെ അറിയാം. ശരി. അപ്പൊ എന്തായി? ഹയഗ്രീവൻ മാറി. ഹയഗ്രീവൻ മാറി എന്ന് പറഞ്ഞാൽ ഇത് ഈ ഗ്രന്ഥത്തിന്റെ ഒരു പ്രത്യേകത. അതായത് ഈ ഗ്രന്ഥം അഥവാ ലളിതോപാഖ്യാനം എന്ന ഗ്രന്ഥവും അതുപോലെ തന്നെ ഋഷികൃതങ്ങളായിട്ടുള്ള ഗ്രന്ഥങ്ങൾ വിഷയത്തെ ട്രീറ്റ് ചെയ്യുന്ന ഒരു പ്രത്യേക രീതിയാണ്. ഏതുപോലെ എന്ന് പറഞ്ഞാല് ശ്രീമദ് ഭഗവത്ഗീതയില് നിങ്ങൾക്കറിയാം അർജുനനും കൃഷ്ണനും മാത്രമാണ് അതിന്റെ കഥാപാത്രങ്ങൾ, അല്ലെങ്കിൽ മുഖ്യ കഥാപാത്രങ്ങൾ. എന്നാൽ അർജുനന് ഭഗവത്ഗീതയിൽ അർജുനൻ എന്നൊറ്റ പേരാണോ ഉള്ളത്? അർജുനന് എത്ര പേരാ അല്ലേ? ഭാരതൻ, പാർത്ഥൻ, ഗുഡാകേശൻ, മഹാബാഹു, എത്ര പേരാണുള്ളത്. നമുക്ക് ഒരു പേര് വിളിച്ചാൽ അർജുനൻ അറിയില്ലേ? അർജുന എന്ന് വെച്ചാൽ പിന്നെ ഭാരത, പാർത്ഥ, കുന്തിപുത്ര, ഗുഡാകേശ നമുക്ക് വിളിക്കേണ്ട കാര്യമുണ്ടോ? ഇത് ഋഷിമാരുടെ ഗ്രന്ഥമാണ്. സാമാന്യ ബുദ്ധിക്ക് അത്ര എളുപ്പം പിടിതരാത്ത ഋഷിമാരുടെ ഗ്രന്ഥമാണ്. ചോദ്യം ചോദിച്ചത് ആരോടാണ്? ഹയഗ്രീവരോടാണ്. ഇവിടെ ഉത്തരം പറയാൻ തയ്യാറായി വന്നിരിക്കുന്നത് ആരാണ്? ജനാർദ്ദനനാണ്. അതിനർത്ഥം ജനാർദ്ദനൻ വേറെ ഹയഗ്രീവൻ വേറെ എന്നല്ല, എന്നാൽ വേറെതാണ് താനും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അഗസ്ത്യ ഋഷിക്ക് ഉത്തരമായി വന്ന ജനാർദ്ദനൻ ആരാണ് എന്നൊന്ന് നമ്മൾ അറിയേണ്ടതുണ്ട്. ആരാണ് ജനാർദ്ദനൻ? അപ്പൊ നിങ്ങൾ കഴിയുമ്പോൾ ഇങ്ങനെയൊക്കെ പോയ ലളിതോപാഖ്യാനം ഈ ആയുസിൽ തീരില്ലല്ലോ. ഒരു നിർബന്ധവും എനിക്കില്ല ഈ ആയുസിൽ തീരണമെന്ന്. ഈശ്വരൻ തീരുമാനിക്കും എപ്പോ തീരണം എന്നുള്ളത്. ജനാർദ്ദനൻ എന്ന വാക്കിന്റെ അർത്ഥം ജനാൻ അർദ്ധയതി, ജനാൻ അർദ്ധയതി ശോഭയതി ഇതി ജനാർദ്ദനോ വിഷ്ണുഹു. വിഷ്ണുവിന്റെ പര്യായാണ് ജനാർദ്ദനൻ. എന്താ പക്ഷെ പറയണത്? ജനാൻ അർദ്ധയതി ശോഭയതി ഇതി ജനാർദ്ദനോ വിഷ്ണുഹു. ജനത്തെ അർദ്ദനം ചെയ്യാന്ന് പറഞ്ഞാൽ കഷ്ടപ്പെടുത്തുക. അയ്യോ, ജനാർദ്ദന എന്ന വാക്കിന്റെ അർത്ഥേ ജനത്തെ കഷ്ടപ്പെടുത്തുന്നവന്നാ. ഇത് അറിഞ്ഞിരുന്നെങ്കിൽ കുഞ്ഞ കുട്ടിക്ക് ജനാർദ്ദന അല്ലെ ഇന്നിപ്പോ ആരും പേരിടൊന്നുമില്ല. തിരുനാവായക്കാരെങ്ങാൻ ഈ പേരാറിന്റെ അർത്ഥം അറിഞ്ഞിട്ടുണ്ടെങ്കിൽ തല വലിച്ചിരിക്കുന്നുണ്ടാവും. കാരണം തിരുനാവായ ജനാർദ്ദൻ എന്നാ പേര്. അർദ്ധയതി ജനങ്ങളെ കഷ്ടപ്പെടുത്തുന്നവൻ, ശോഭിപ്പിക്കുന്നവൻ മഹാവിഷ്ണുവിന്റെ പര്യായാണ്. ശരി, അപ്പൊ അതെന്താ അതിന്റെ അർത്ഥം? എന്താ ശ്രദ്ധിക്കൂ. അപ്പോ ജനത്തെ ക്ഷോഭിപ്പിക്കുന്നവെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ആരാ ജനം എന്ന് അറിയണം. വി ആർ ഗോയിങ് ഇൻ ടു ദ ഡീറ്റെയിൽസ്. നമ്മൾ സൂക്ഷ്മത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആരാണ് ജനം? ജനം എന്ന് പറഞ്ഞാല് ജായത ഇതി ജനഹ ജന്മി ജന്തുർവ. ജനിച്ചവൻ ജനം. ജന്മി എന്ന് പറഞ്ഞാൽ മലയാളത്തിലുള്ള ജന്മി അല്ല കേട്ടോ. ജനിച്ചവനാണ് ജനം. ജന്മി ജന്തു. അപ്പോ ഉൽപ്പന്നമായവൻ, ആവിർഭവിച്ചവനാണ് ജനം. അപ്പോൾ ഈ ജനിച്ചവരെ, ഈ ജനത്തിനെ എന്തിനാ ഭഗവാൻ കഷ്ടപ്പെടുത്തുന്നത്? ഭഗവാൻ നമ്മളെ കഷ്ടപ്പെടുത്തുന്നുണ്ടോ? ക്ലാസ്സിലിരുന്ന് നിങ്ങൾ പറയും, ഏയ് ഭഗവാൻ നമ്മളെ കഷ്ടപ്പെടുത്തുന്നില്ല കേട്ടോ, ഭഗവാനല്ലേ, കളതരല്ലേ അത്. എന്തെങ്കിലും വിഷമം വന്നാൽ ആദ്യം പറയാം, എന്റെ ദേവി ഇത്രയും അനുഭവിക്കാൻ ഞാൻ വല്ല തെറ്റ് ചെയ്തിട്ടുണ്ടോ എന്നല്ലേ ആദ്യം ചോദിക്കാം. എന്റെ ഗുരുവായൂരപ്പ ഇത്രയൊക്കെ വിഷമം അനുഭവിക്കാൻ ഞാൻ എന്ത് തെറ്റാ ചെയ്തെന്ന് നോക്കിയാ ആണേ. അപ്പൊ ഭഗവാൻ നമ്മളെ കഷ്ടപ്പെടുത്തുന്നുണ്ട് എന്ന് നിങ്ങൾക്കറിയാം, പക്ഷെ അത് പറയാനുള്ള ധൈര്യമില്ല. ഭഗവാൻ കഷ്ടപ്പെടുത്തുന്നുണ്ട്. ശാസ്ത്രം പറയുന്നത് ജനത്തെ അർദ്ദനം ചെയ്യിക്കുന്നവൻ ജനാർദ്ദനൻ. എങ്ങനെയൊക്കെയാ കഷ്ടപ്പെടുത്തുന്നത്? ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ശീതം, ഉഷ്ണം, സുഖം, ദുഃഖം, മാനം, അപമാനം, സുഭിക്ഷം, ദുർഭിക്ഷം, സമ്പത്ത്, വിപത്ത്, യൗവനം, ജര, രോഗം, ശോകം. എന്തൊക്കെയാ വേണ്ടത്? അല്ല, ഇതിന് നമുക്ക് ഇഷ്ടമുള്ള കാര്യം ഉണ്ടല്ലോ. അല്ല, ഇഷ്ടമുള്ളതുമുണ്ട്, ഇഷ്ടമല്ലാത്തതുമുണ്ട് അല്ലേ.
അപ്പൊ ഇഷ്ടമുള്ളതൊക്കെ തരുന്നത് ഭഗവാനാണ് എന്ന് നിങ്ങൾക്ക് ഉറപ്പാണെങ്കിൽ ഇഷ്ടമില്ലാത്തത് നിങ്ങളെ കൊണ്ട് അനുഭവിപ്പിക്കുന്നത് ഭഗവാനാണ് സമ്മതിക്കേണ്ടി വരും. അപ്പൊ കഷ്ടപ്പാടുണ്ട്. അപ്പോ ഭഗവാൻ ജനാർദ്ദനൻ തന്നെയാണ്. ഈശ്വര, ഉള്ള ഭക്തിയും കൂടി കളയാനാണോ ഈ മനുഷ്യനെ ഇറങ്ങി പുറപ്പെട്ടുള്ളത്? അല്ല, സത്യസന്ധമായി ശാസ്ത്രത്തെ പഠിക്കാൻ വേണ്ടിയിട്ടാണ്. ശരി, കാര്യം മനസ്സിലായി. നോക്കൂ, ഇനി ശ്രദ്ധിക്കുക. ഇവിടെ എന്തുകൊണ്ടാണ് ഗുരു ജനാർദ്ദൻ ആവുന്നത്? ഇവിടെ ഗുരു ജനാർദ്ദൻ ആവുന്നത് എന്തുകൊണ്ടാണ്? ഗുരു എങ്ങനെയാണ് ജനാർദ്ദൻ ആവുന്നത്? ശ്രദ്ധിക്കുക. അതായത് എന്തിനു വേണ്ടിയാണ് അഗസ്ത്യൻ ഹയഗ്രീവനെ കണ്ടത്? ഭോഗത്തിന്റെ പരകാഷ്ഠയിൽ നിന്നും ലോകത്തെ രക്ഷപ്പെടുത്താൻ എന്താണ് വഴി? ഇതാണ് ചോദിച്ചത്. ശരി, അപ്പോ ഒരു സംശയമുണ്ട്. ശ്രീരാമകൃഷ്ണ പരമഹംസരുടെ അടുത്ത് ഒരു ചോദ്യമായി വന്നപ്പോ പരമഹംസർ പറഞ്ഞതാ, ചാണകപ്പുഴുവിന് ഏറ്റവും ഇഷ്ടം എന്താ? ഒരു ചാണകപ്പുഴു ലോകം ചേർന്നെയാണ്. അതിൽ നിന്നിട്ട് മാറ്റാൻ ശ്രമിച്ചാലോ അതിന് ഭയമുണ്ടാകും. ഏത് പോയെന്നാൽ നിങ്ങൾ ഒരു ഗുരുവിനെ ഗുരുവായി വരിക്കുന്നു. നിങ്ങളുടെ ഭാഗ്യം കൊണ്ടോ നിർഭാഗ്യം കൊണ്ടോ ആ ഗുരുവും നിങ്ങളെ ശിഷ്യനായി സ്വീകരിക്കുന്നു. അപ്പോൾ ചില സാധനാ പദ്ധതികളിലേക്ക് ഗുരു ഉദ്ദേശിക്കുന്ന ലക്ഷ്യത്തിലേക്ക് ശിഷ്യൻ എത്തണമെന്ന് ആഗ്രഹിക്കുന്നതുകൊണ്ട് ഗുരു എന്ത് ചെയ്യുന്നു? ചില സാധനാ പദ്ധതികളിലേക്ക് നിങ്ങളുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുന്നു. ആദ്യം ഉണ്ടാകുന്നത് ഭയമാണ്. ഈശ്വര, നീ ദിവസവും രാവിലെ 5 മണിക്ക് നീക്കേണ്ടി വരുമോ? ഈശ്വര, ഇനി മുതൽ മത്തിക്കൂട്ടാൻ കഴിക്കാൻ പറ്റില്ലേ? വല്ലപ്പോഴും ബീഫ് കഴിക്കണത് അത് കഴിക്കാൻ പറ്റില്ലേ? വെള്ളിയാഴ്ച ദിവസങ്ങള്, ശനിയാഴ്ച ദിവസങ്ങള് രാത്രി കൂട്ടുകാരുടെ കൂടെ ഇരുന്ന് അല്പം ഡ്രിങ്ക്സ് കഴിക്കുന്നതാണ്, അത് കഴിക്കാൻ പറ്റില്ലേ? അതൊന്നും വായ്മായിട്ട് വെറുതെ നല്ല അറബി പെണ്ണുങ്ങളെ വായി നോക്കിയിരിക്കുന്നതാണ്, അത് പറ്റില്ലേ? ഭയം വരും. ഈ ഭയത്തെ അതിജീവിക്കുക എളുപ്പമല്ല. അങ്ങനെയൊന്നുമല്ല, എനിക്കൊരു ഭയം വരില്ല. ഇങ്ങനെ ഭയം ഉണ്ടാവും നല്ലതാണ്. കാരണം അത് സത്യസന്ധതയിൽ നിന്നും വരുന്ന ഭയമാണ്. അപ്പോൾ എന്ത് ചെയ്യും? ആ ഗുരുവിന്റെ ഓരോ വാക്കും നമുക്ക് എന്താ? ഉപദ്രവമാണ്. ഗുരുനാഥൻ പറയാണ്, എടോ താൻ ദിവസം രാവിലെ 108 ഗായത്രി ജപിക്കണം കേട്ടോ. ശരി, ആചാര്യൻ രാവിലെ മാത്രം മതിയോ? രാവിലെ മാത്രം പോരാ, വൈകുന്നേരം വേണം. അല്ല, വൈകുന്നേരം 8 മണിയാകുമ്പോൾ വീട്ടിലെത്താൻ, ജോലി കഴിഞ്ഞിട്ടേ രാത്രി പാപ്പ ഗുരുനാഥൻ, ഒരു കണ്ണിച്ചോരയില്ലാത്ത ഗുരുനാഥൻ എന്ന് പറയുന്ന ദുഷ്ടം പറയും രാത്രി 12 മണിയായാലും ശരി ഗായത്രി ജപിച്ച് കിടന്നാൽ മതി. എങ്ങനെയാണ് ഗുരു ജനാർദ്ദനാവുന്ന മനസ്സിലായില്ലേ? ജനാനർദ്ദയതി, ജനത്തിന് ഇഷ്ടമല്ലാത്ത കാര്യങ്ങളെ ചെയ്യിക്കുന്നത് കൊണ്ട് അല്ലെങ്കിൽ വിഷമിപ്പിക്കുന്നത് ജനാർദ്ദൻ. പക്ഷേ ആലോചിക്കുക, ജനാർദ്ദൻ ലക്ഷ്യം എന്താണ്? ആത്യന്തികമായ, അതായത് ഇപ്പോൾ ഉള്ളത്, നിങ്ങളുടെ ഉള്ളിലുള്ളത് ഭോഗത്തോടുള്ള ലാലസതയാണെങ്കിൽ ഭോഗത്തിൽ നിന്നും കൈപിടിച്ച് യോഗത്തിലേക്ക് നിങ്ങളെ കൊണ്ടുപോവുക എന്നതാണ് ജനാർദ്ദനന്റെ ലക്ഷ്യം. അതുകൊണ്ടാണ് ഇവിടെ ഹയഗ്രീവൻ ജനാർദ്ദനായി മാറിയത്. വ്യക്തമായി? കൂടുതൽ വിശദീകരിക്കേണ്ട കാര്യമൊന്നുമില്ല തോന്നുന്നു. എന്നിട്ട് ഹയഗ്രീവൻ പറയാണ്, ജനാർദ്ദനൻ പറയാണ്, അഗസ്ത്യ, ഇതേ ചോദ്യം പണ്ട്, ഈ ചോദ്യം നീ മാത്രമല്ല ചോദിച്ചിട്ടുള്ളത്, പണ്ട് എന്നോട് ശിവൻ ചോദിച്ചിട്ടുണ്ട്. ശിവൻ ചോദിച്ചിട്ടുണ്ട്. മാത്രല്ല, അയമേവ കൃതപ്രശ്നോ ബ്രഹ്മണാച തദപ്പരം. പിന്നീട് ബ്രഹ്മാവ് ഈ ചോദ്യം ചോദിച്ചതിനോട്. ആദ്യം ശിവൻ ചോദിച്ചു, പിന്നെ ബ്രഹ്മാവ് ചോദിച്ചു, പിന്നെ ദുർവാസാവും ചോദിച്ചു. കഴിയില്ലേ കാര്യം? അപ്പോ അതായത് ഇത് ഒരു ശിഷ്യന് കൊടുക്കുന്ന ട്രീറ്റ്മെന്റ് ആണ്. ആചാര്യൻ, എനിക്ക് ഇന്നേ വരെ ആരും ചോദിച്ചിട്ടില്ലാത്ത ഒരു ചോദ്യം എനിക്ക് അങ്ങയോട് ചോദിക്കാണ്ട് എന്ന് പറഞ്ഞു വരുന്ന ശിഷ്യന്മാരുണ്ടാവാം. അപ്പൊ ഗുരു പറയും, എടാ കുഞ്ഞെ, ഇത് നീ മാത്രല്ല, പണ്ട് എന്നോട് ഗോവിന്ദൻകുട്ടി ചോദിച്ചിട്ടുണ്ട്, ഗോപാലൻകുട്ടി ചോദിച്ചിട്ടുണ്ട്, കേശവൻകുട്ടി ചോദിച്ചിട്ടുണ്ട്, ഈ 4-മനാ.
അതിന്റെ അർത്ഥം എന്താ അറിയോ? ശിഷ്യന്റെ ഉള്ളിൽ ഒരു കാരണവശാലും അഹങ്കാരത്തിന്റെ ഒരു തരിമ്പും ജനിക്കരുത്, അങ്കുരിക്കരുത് എന്ന നിർബന്ധ ബുദ്ധി ആർക്കുണ്ട്? ഗുരുനാഥനുണ്ട്. അപ്പോൾ കഥ പറയാണ്, ആദ്യം ഇതിനു മുമ്പ് ശിവൻ ഈ ചോദ്യനോട് ചോദിച്ചു, ബ്രഹ്മാവ് ചോദിച്ചു, ദുർവാസവും ചോദിച്ചു. അതെന്തിനാ? ശിവൻ അറിയില്ലേ? ശിവൻ എന്തിനാ വെറുതെ ഹയഗ്രീവിന്റെ അടുത്ത് പോയി ചോദ്യം ചോദിച്ചത്? കാരണമുണ്ട്. എന്താണെന്നറിയോ? ശിവനെ നമ്മൾ അച്ഛനായിട്ടാണ് കണക്കാക്കുന്നത്. മറ്റാർക്കും അറിയില്ലെങ്കിലും മലയാളികൾക്കെങ്കിലും അറിയാം. മലയാളികൾക്ക് ശിവൻ അച്ഛനാണ്. അപ്പൻ എന്ന് മാത്രമേ നമ്മൾ മലയാളികൾ ശിവനെ വിളിക്കാറുള്ളൂ. ആണോ അല്ലയോ? ഞാൻ തൃക്കണ്ടിയൂർക്കാരനാണ്. ഞങ്ങളുടെ ഗ്രാമദേവതയുടെ പേര് തൃക്കണ്ടിയൂർ അപ്പൻ എന്നാണ്. 2 കിലോമീറ്റർ അപ്പുറം പോയാൽ തൃപ്രങ്ങോട്ട് ഗ്രാമമാണ്. അവിടുത്തെ ഭഗവാന്റെ പേര് തൃപ്രങ്ങോട്ട് അപ്പൻ എന്നാണ്. ഒരു 10-100 കിലോമീറ്റർ തെക്ക് പോയാൽ അവിടെ ഒരു ദേവനുണ്ട്, വൈക്കത്ത് അപ്പനാണ്. അവിടുന്ന് വീണ്ടും 50 കിലോമീറ്റർ പോയാൽ ഏറ്റുമാനൂർ അപ്പനാണ്. തിരുവനന്തപുരത്ത് പോയാൽ ശ്രീകണ്ഠേശ്വരത്ത് പോയാൽ അമ്മയപ്പനാണ്. ആണേ. ഇനി പ്രാദേശികമായി ദേശീയമായി പറയുകയാണെങ്കിൽ, അതായത് ദേശത്തെ ബന്ധപ്പെടുത്തി പറയുകയാണെങ്കിൽ, നാട്ടുഭാഷയിൽ ശിവന് പറയുന്ന പേരെന്താണെന്ന് അറിയില്ലേ നിങ്ങൾക്ക്? നല്ലച്ഛൻ എന്നാണ്. അച്ഛന്മാര് പലതുണ്ട്, അതിൽ നല്ല അച്ഛൻ ശിവനാണ്. നല്ലച്ഛൻ, ഭദ്രകാളിയുടെ അച്ഛൻ നല്ലച്ഛൻ കേട്ടിട്ടുണ്ടാവും ഒരു പക്ഷേ. അപ്പോൾ അച്ഛനാണ് ശിവൻ. ഈ അച്ഛനൊരു പ്രത്യേകതയുണ്ട്. അച്ഛൻ മക്കളെ സദാ നോക്കിക്കൊണ്ടിരിക്കും. മക്കളുടെ കൺവട്ടത്ത് അല്ലെങ്കിൽ തന്റെ കൺവട്ടത്താണ് മക്കളെന്ന് ഉറപ്പുവരുത്തും. മക്കൾ ബാംഗ്ലൂരായിരിക്കും, അമേരിക്കയിലായിരിക്കും, അല്ലെങ്കിൽ ന്യൂസിലൻഡിലായിരിക്കും, എവിടെയായിരിക്കും. പക്ഷെ അച്ഛൻ ഉറപ്പുവരുത്തും തന്റെ കൺവട്ടത്ത് മക്കളുണ്ട്. കണ്ണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വെറും കണ്ണല്ല, തന്റെ ദൃഷ്ടിയിൽ മക്കളുണ്ട് എന്ന് ഉറപ്പ് വരുത്തുന്നവന് പറയുന്ന പേരാണ് അച്ഛൻ. മനസ്സിലായി? ശിവൻ അങ്ങനെയുള്ള അച്ഛനാ, നമ്മളെ പോലെയല്ല. അപ്പോ ആ അച്ഛൻ കാണുകയാണ്. എങ്ങനെയാ അച്ഛൻ കാണുമ്പോ? ഈ ലോകം എങ്ങനെയപ്പോ? പണ്ടൊരു സിനിമ ഇറങ്ങിയിരുന്നു, ഉടുത്ത പഞ്ചാബ്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ അറിയില്ല. ഏറ്റവും കൂടുതൽ ലഹരി ഭാരതത്തിൽ കഴിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു സംസ്ഥാനം പഞ്ചാബാണ്. അതിനെ കളിയാക്കിക്കൊണ്ട് സിനിമ ഇറങ്ങി, ഉടുത്ത പഞ്ചാബ്. ഇത് വായുവിൽ ഇങ്ങനെ പറന്നു പോണ, കഞ്ചാവ് അടിച്ച് പറന്നു പോണ പഞ്ചാബ് എന്നാ മട്ടില്. ഈ ലോകം മുഴുവൻ ഉടുത്ത പഞ്ചാബാ ആയിട്ടാണ് ശിവൻ അനുഭവപ്പെട്ടത്. അത് ശിഷ്ണോദരപരായണന്മാരായി ഭോഗത്തിൽ മുഴുകിയിരിക്കുന്ന തന്റെ മക്കളെ കണ്ട് അതിനെന്താണ് പരിഹാരം? ഇതാരോടാ ചോദിക്കേണ്ടത്? ഇതിന്റെ എല്ലാം സ്ഥിതികാരകത്വം ആർക്കാ ഉള്ളത്? സ്ഥിതിയെ ഭരിക്കുന്നത് വിഷ്ണുവാണ്. അതുകൊണ്ട് നല്ലച്ഛൻ, അച്ഛനായ ശിവൻ മഹാവിഷ്ണുവിനെ ചെന്ന് കണ്ട് ചോദിച്ചു, എന്റെ കുട്ടികൾ ഇങ്ങനെയാണ്, ഇവരെ രക്ഷിക്കാൻ എന്താണ് വഴി? ഓക്കെ, ശരി. ഇതേ ചോദ്യം ബ്രഹ്മാവും ചോദിച്ചു. അത് ശിവൻ ചോദിച്ചാൽ മനസ്സിലാക്കാം. ബ്രഹ്മാവിന് ഇപ്പൊ എന്താ? നമ്മൾ എങ്ങനെയാ ബ്രഹ്മാൻ എന്താ? കാരണം ശിവനെ നമ്മൾ വിളിക്കാറുണ്ട്, ഭഗവാനെ ശിവനെ നമ്മൾ വിളിക്കാറുണ്ട്. ഇവിടെ ഇന്നിപ്പോ എത്ര ആളുണ്ട്? ഇവിടെ ഒരു 10-600 ആൾക്കാർ ഇവിടെ കാണാണ്ട്. ഈ 10-600 ചില ആൾക്കാരിൽ ആരെങ്കിലും നെഞ്ചിൽ തൊട്ട് പറയണം, മാസത്തിൽ ഒരു അല്ലെങ്കിൽ എത്ര തവണ ബ്രഹ്മാവെ ഞങ്ങൾ രക്ഷിക്കുന്ന ആരെങ്കിലും? ഒരാളുണ്ടാവില്ല. എല്ലാവരെയും സൃഷ്ടിച്ച ആ ബ്രഹ്മാവാണല്ലോ. സൃഷ്ടിക്കാനുള്ള കരുണ കാണിച്ച ഭഗവാനെ, ബ്രഹ്മദേവ ഞങ്ങൾ രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിച്ച ആരെങ്കിലും ഉണ്ടോ? ഇല്ല. ഭദ്രകാളിയെ പ്രാർത്ഥിച്ചവരുണ്ട്, ദുർഗയെ വിളിച്ച് പ്രാർത്ഥിച്ചവരുണ്ട്, ലക്ഷ്മിയെ വിളിച്ച് പ്രാർത്ഥിച്ചവരുണ്ട്, ശിവനെ വിളിച്ചവരുണ്ട്. സംഹാരകനാണ് ശിവൻ എന്ന് അറിഞ്ഞിട്ട് ശിവനെ വിളിച്ച് പ്രാർത്ഥിച്ചവരുണ്ട്. സൃഷ്ടികർത്താവാണെന്ന പേരിൽ ബ്രഹ്മാവിനെ വിളിച്ച് ആരും പ്രാർത്ഥിച്ചിട്ടില്ല. അപ്പൊ ആ ബ്രഹ്മാവ് നമ്മളെ കാര്യത്തിൽ ഇത്ര ശുഷ്കാന്തിയുടെ കാര്യം ഉണ്ടോ? ആവശ്യമുണ്ടോ? എന്താണ് ആ ചോദ്യം? എന്നാൽ ഉണ്ട്. കാരണം പ്രപഞ്ചം ബ്രഹ്മാവിന്റെ സൃഷ്ടിയാണ്. താൻ സൃഷ്ടിച്ചത് നന്നാവണമെന്ന് ആഗ്രഹമില്ലാത്ത ഒരു സൃഷ്ടാവ് ഉണ്ടാവുക. ഏതുപോലെ എന്ന് പറഞ്ഞാൽ, ഇവിടെ ഇരിക്കുന്ന ഒരാളെ പേര് പറയാം, ഭുവനേശ്വരി ഒരു സാമ്പാർ ഉണ്ടാക്കി. കുറെ കഷ്ടപ്പെട്ട് നല്ല അമ്മിയിലൊക്കെ അരച്ച് ആണ് സാമ്പാർ ഉണ്ടാക്കിയത്. പൊടിയൊന്നും ഇട്ടില്ല, സാമ്പാർ പൊടി ഇടാണ്ട് അമ്മിയിൽ അരച്ചൊക്കെ സാമ്പാർ ഉണ്ടാക്കി.
ആ സാമ്പാർ ഉണ്ടാക്കി എല്ലാം വിളമ്പുന്നതിന് മുമ്പ് എന്ത് ചെയ്തു, മകള് വന്നിട്ട് അതിലിത്തിരി ഉപ്പും മുളകും ഇടാൻ നിൽക്കുകയാണെങ്കിൽ ഭുവനേശ്വരി സമ്മതിക്കുകയോ? ഭുവനേശ്വരി കയ്യിലാണ് ഒരൊറ്റയെടുക്കും. ഒരു വാക്കും പറയും. അത് ഇവിടെ ഞാൻ പറയുന്നില്ല. ഒക്കെ അവിടെ നിന്ന് പറയും അല്ലെ, അല്ലെങ്കിൽ അതിന്റെ ഒരു ഇരട്ടി പറയും. കാരണം എന്താ, താൻ ഉണ്ടാക്കിയ ഒരു സാമ്പാറ് പോലും മറ്റൊരാൾ കേടുവരുത്തുന്നത് ഉണ്ടാക്കി നമുക്കിഷ്ടമല്ല. അപ്പോൾ ഈ സൃഷ്ടിയെ മുഴുവനും രചിച്ച ബ്രഹ്മാവ് ഈ തന്റെ സൃഷ്ടങ്ങൾക്ക് ഒരു ദുഃഖം വരുന്നത് കാണുമ്പോൾ ബ്രഹ്മാവിന് സഹിക്കോ? ഇല്ല. അപ്പോൾ ബ്രഹ്മാവ് മഹാവിഷ്ണുവിനെ ചെന്ന് കണ്ട് ചോദിച്ചു, ഭഗവാൻ, എന്റെ സൃഷ്ടി ഇങ്ങനെയാവുന്ന സഹിക്കാൻ എനിക്ക് പറ്റുന്നില്ല. അതുകൊണ്ട് ഇതിന് വേറൊരു കാരണമുണ്ട്. അതെന്താന്ന് പറഞ്ഞാൽ, മനുഷ്യന്മാർ ശിഷ്ണോദര പരായണന്മാരായി തീരുമ്പോൾ അവർ യജ്ഞയാഗാദികൾ ചെയ്യാതിരിക്കുകയും അതിന്റെ ഫലമായി ദേവതകൾക്ക് ഹവിസ് ലഭിക്കാതിരിക്കുകയും ഹവിർഭാഗം ലഭിക്കാതിരിക്കുകയും ചെയ്യും. അപ്പോൾ മനുഷ്യന്മാർ യജ്ഞം ചെയ്യാതിരുന്നാൽ അതിന്റെ കുറവ് ദേവലോകത്തിനുണ്ടായിരിക്കും. അപ്പൊ ദേവലോകത്തിന്റെ നാഥൻ കൂടിയായ ബ്രഹ്മാവിന്റെ ഉത്തരവാദിത്തമാണ് മനുഷ്യന്മാർ ഭോഗലാലസതയിൽ എപ്പോഴും കുടുങ്ങിക്കിടക്കരുത് എന്ന്. അതുകൊണ്ട് ബ്രഹ്മാവ് മഹാവിഷ്ണുവിനോട് ചോദിച്ചു, എന്താണ് മാർഗം? ആളുകൾ തല കാട്ടുണ്ട്, മനസ്സിലായിട്ട് ഞാൻ വിചാരിക്കുന്നത്. മൂന്നാമത് ദുർവാസാവ് വന്ന് ചോദിച്ചു. ദുർവാസാവ് എന്ത് പോയി? അതെനിക്ക് മനസ്സിലായില്ല. ബാക്കി ആൾക്കാർ രണ്ട് കൂട്ടർ ചോദിച്ചത് എന്താണ് മനസ്സിലാക്കാം. ഈ ദുർവാസാവ് എന്ന് പറഞ്ഞാൽ മൂക്കത്ത് ചുണ്ടിയ. ശ്രദ്ധിക്കൂ, അങ്ങനെ ഒരാളുണ്ടാവോ? 365 ദിവസവും റൗണ്ട് ഇയർ റൗണ്ട് ദ ക്ലോക്ക് മൂക്കത്ത് ശുണ്ടിയായി നടക്കുന്ന ആരെങ്കിലും? അങ്ങനെ ആരെങ്കിലും പരിചയമുണ്ടോ? പരിചയം ഇല്ലെങ്കിൽ എളുപ്പവിദ്യയുണ്ട്, കാണിച്ചു തരാം. കണ്ണാടി നോക്കിയാൽ മതി. ദുർവാസനെ കാണാം. അപ്പോ ഈ ദുർവാസാവിന്റെ വിഷയം എന്താ ശ്രദ്ധിക്കുക. ദുർവാസാവിന്റെ മറ്റൊരു പേര്, ശ്രീവിദ്യാ സമ്പ്രദായത്തിൽ ദുർവാസാവിന് പറയുന്ന പേര് ക്രോധഭട്ടാരൻ എന്നാണ്. ക്രോധഭട്ടാരകൻ എന്നാണ് ദുർവാസാവിനെ പറയുക. അപ്പോ ദുർവാസാവ് എന്തിനോടാ ക്രോധിക്കുന്നത്? Here lies the point. ദുർവാസാവ് വെറും ശുദ്ധിക്കാരനല്ല. ദുർവാസാവ് എന്തിനോടാ ക്രോധിക്കുന്നത് പറഞ്ഞുതരാം. അയോഗത്തോട് ക്രോധിക്കുന്നവനാണ് ദുർവാസാവ്. യോഗമില്ലാത്ത അവസ്ഥയോട് ക്രോധിക്കുന്നവനാണ് ദുർവാസാവ്. ദുർവാസാവിന്റെ ശാന്തത യോഗത്തിലാണ്. യോഗരാഹിത്യം കാണുമ്പോൾ അതിനോട് ദുർവാസാവ് ക്രോധിക്കും. അപ്പൊ ദുർവാസാവിന്റെ ക്രോധം ഭോഗത്തോടാണ്. അയോഗം നിറഞ്ഞു വാഴുന്നത് കാണുമ്പോൾ അതിനോട് ക്രോധിക്കും. ഇതില് ശ്രീവിദ്യാ സാധനാ പദ്ധതിയിൽ ക്രമമായ ഒരു പദ്ധതി ഉണ്ട്. ആ പദ്ധതിയില് 2-3 ദേവതകളെ ഞാൻ പരിചയപ്പെടുത്തി പറയാം. അതായത് ആദ്യമായിട്ട് ഉപദേശം കൊടുക്കുക. ആദ്യം ഗുരുവിന് ദക്ഷിണാമൂർത്തി, പിന്നീട് സാധ വളർന്നുമ്പോ മഹാഗണപതി ആണ് ഉപാസിക്കുക. അതായത് മഹാലക്ഷ്മി സമേതനായ മഹാഗണപതി. രണ്ടാമത് അടുത്ത ഘട്ടത്തിലേക്ക് ബാലാപരമേശ്വരിയെ ആണ് ഉപാസിക്കുക. മൂന്നാമതായിട്ട്
മാതങ്കി എന്ന് പറയുന്ന ഭഗവതിയാണ് ഉപാസിക്കുക. അത് അടുത്തത് മാതങ്കിയെ ഉപാസിക്കുമ്പോ എവിടെ എത്തി? നാഭി എത്തും. ഹൃദയത്തിൽ എത്തുമ്പോൾ അവിടെ ഉപാസിക്കുന്ന ദേവതയുടെ പേര് വാരാഹി എന്ന. വാരാഹി ഹൃദയത്തിൽ. വരാഹിയുടെ മന്ത്രം രാത്രി 9 മണിക്ക് ശേഷം ചൊല്ലാൻ പാടുള്ളൂ. അത് കഴിഞ്ഞ് ഇവിടെ എത്തുമ്പോൾ പരമകല, ഇവിടെ എത്തുമ്പോൾ ത്രിപുര സുന്ദരി. ഇങ്ങനെ ഒരു ക്രമമൊക്കെ ഉണ്ട്. അപ്പോൾ ഈ വാരാഹി മന്ത്രം ചൊല്ലുമ്പോൾ പ്രത്യേകിച്ച് ദീക്ഷാദികൾ കിട്ടിയെല്ലാം വാരാഹി മന്ത്രം ചൊല്ലുമ്പോൾ അത്രയധികം ശ്രദ്ധിക്കാൻ വേണ്ടി പറയാറുണ്ട്. കാരണം അല്പമൊന്ന് ശ്രദ്ധ മാറിയാൽ അടി പൊട്ടുന്ന ഉറപ്പ്. എന്റെ ഒരു സുഹൃത്തുണ്ട്, വളരെ അടുത്ത സുഹൃത്താണ്. അദ്ദേഹത്തിന്റെ ഗുരുനാഥൻ ക്രമസാധനയിൽ വാരാഹി ദീക്ഷ കൊടുത്തു. കൊടുത്തിട്ട് പറഞ്ഞു, താൻ വളരെ ശ്രദ്ധിക്കണം, നല്ലതുപോലെ ക്ഷോഭ ഉണ്ടാവും, ശ്രദ്ധിക്കണം കേട്ടോ എന്ന് പറഞ്ഞു. നല്ലതുപോലെ ക്ഷോഭിക്കും, ശ്രദ്ധിക്കണം. ഇപ്പൊ രാത്രി 9-9:30 മണിക്ക് ശേഷം ജപിക്കാവൂ. അതിന് വേറെ ഉദ്ദേശമുണ്ട്. രാത്രി 9-9:30 ആൾക്കാരെ കിടന്ന് ഉറങ്ങുമല്ലോ. പിന്നെ ചീത്ത വഴിയുടെ കാര്യം ഉണ്ടാവില്ലല്ലോ. അപ്പൊ ഇദ്ദേഹം ആ ദീക്ഷ കിട്ടി, തന്റെ ഇല്ലതെത്തി ജപം തുടങ്ങി. ജപിച്ചു കഴിഞ്ഞ് അരമണിക്കൂർ ജപം കഴിഞ്ഞ് പുറത്തേക്ക് വന്നു. പുറത്തേക്ക് വന്ന അദ്ദേഹത്തോട് അദ്ദേഹത്തിന്റെ ഭാര്യ എന്തോ ചോദിച്ചു. എന്താ ഇത് ഓർമ്മയില്ല. ചോദിച്ചതേ ഭാര്യയ്ക്ക് ഓർമ്മയുള്ളൂ. പിന്നെ കാണും ഭാര്യ നിലത്താം. ഒരു ഒറ്റയടി, കാരണക്കുറ്റി ഒരു ഒറ്റയടിയാണ്. അപ്പൊ ഇദ്ദേഹം ജീവിതത്തിൽ ഭാര്യ അടിച്ചിട്ടില്ല. ഇദ്ദേഹം ക്രൂരനല്ല, ഇദ്ദേഹം ഒരു മിസോജിനിസ്റ്റ് അല്ല. ഒരിക്കൽ പോലും ഭാര്യയെ ഒരു ഈർക്കലക്കൊള്ളി പോലും തല്ലിയിട്ടില്ല. എന്തോ ചോദിച്ചു, ഒരു ഒറ്റയടി. അവരാ കുഴഞ്ഞ വീണപ്പോഴാണ് ഇയാൾക്ക് ഓർമ്മ വന്നത്, അയ്യോ ഗുരുനാഥൻ പറഞ്ഞിരുന്നല്ലോ അത് സഹിക്കാൻ പറ്റാത്ത ക്രോധം വരുന്നുള്ളത്. അപ്പൊ ഇവിടെ ഈ ക്രോധം എന്നൊക്കെ പറഞ്ഞാൽ, അപ്പൊ ഇതൊക്കെ കേൾക്കുമ്പോൾ ആൾക്കാരിഞ്ഞ് വാരാഹിനെ കേട്ട് ഓടിപ്പോകും ചിലപ്പോ. ശരി ആവട്ടെ, ഞാൻ ആ ക്രോധം എന്നുള്ളത് എന്താണെന്ന് പറയാൻ വേണ്ടി ഒരു ഉദാഹരണം പറഞ്ഞു മാത്രം. അപ്പോൾ ക്രോധഭട്ടാകാരനായ ദുർവാസാവിന്റെ ക്രോധം ജീവികളോടല്ല, മനുഷ്യന്മാരോടല്ല, ദേവതകളോടല്ല, ഭോഗപരതയോടാണ്. അപ്പോൾ അമിതമായ ഭോഗപരത ലോകത്ത് കണ്ടപ്പോൾ ദുർവാസാവിന് സഹിച്ചില്ല. ദുർവാസാവ് മഹാവിഷ്ണുവിനെ ചെന്ന് കണ്ട് ഒരു പരിഹാരം ചോദിച്ചു. എന്താണ് പരിഹാരം? ശിവൻ, ബ്രഹ്മാവ്, ദുർവാസാവ്. ഇനി എന്താണ് അതിന് പരിഹാരമായിട്ട് ഹയഗ്രീവന് പറയാനുള്ളത് എന്ന് അടുത്ത ക്ലാസ്സിൽ. തൽക്കാലം ഇന്നത്തെ ക്ലാസ് നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം. മാത്രമല്ല, ദേവി തീരുമാനിക്കട്ടെ ഏതുവരെ പറയണം എന്നുള്ളതൊക്കെ. ഈ ക്ലാസ്സിന്റെ നിയന്ത്രണം നിങ്ങൾ വിശ്വസിച്ചാലും ശരി, ഇല്ലെങ്കിലും ശരി, എന്റെ കയ്യിലല്ല. നിയന്ത്രണം ഉള്ളത് ദേവിയുടെ കയ്യിലാണ്. ദേവി തീരുമാനിക്കുന്ന പോലെ ക്ലാസ് മുന്നോട്ട് പോകും. അതൊന്നും എത്ര ആൾ ഉണ്ടാവണം, എത്ര ആൾ ഉണ്ടാവില്ല ഒന്നും എനിക്കറിയില്ല. ഒക്കെ ദേവിയുടെ ഇച്ഛ. ഏതായാലും ബാക്കി ഇതിന്റെ എന്താണ് അഗസ്ത്യന് പറയാൻ, അഗസ്ത്യന് കേൾക്കാനുള്ളത്, അഗസ്ത്യന് കാത്തിരിക്കുന്ന ആ വിദ്യ എന്താണെന്നുള്ളത് നമുക്ക് അടുത്ത ശനിയാഴ്ച വൈകിട്ട് 7:30 മണിക്ക് ചർച്ച ചെയ്യാം. അതുവരെ ദേവിയെ സ്മരിച്ചും ധ്യാനിച്ചും ദേവിയുടെ സ്മൃതികൾ പാടിയും നമുക്ക് കഴിയാം. എല്ലാവർക്കും നമസ്കാരം. ശാന്തിമന്ത്രം ചൊല്ലി അവസാനിപ്പിക്കും. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി.